ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെയും സ്കൂൾക്ക് കുട്ടികൾ എന്തൊക്കെയോ ലഞ്ചിന് കൊണ്ടുവരിക അതൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പം ഇന്ന് സോയാബീൻ പൊരിച്ചതേന്ന്. അങ്ങനെ ഞാൻ സോയാബീൻ ഒരിക്കൽ എരിവൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് ലേശം വിനീഗിരിയൊക്കെ ഒഴിച്ചിങ്ങാണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മസാല പുരട്ടി വെച്ചതാണ്. അങ്ങനെ ഞാൻ പിന്നെ വേഗം മസാല ഒക്കെ തേച്ച് അങ്ങനെ തേക്കാണ്. അങ്ങനെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടില്ല, അപ്പം മോനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മോൻ തിന്നൂല. അപ്പോൾ ഉച്ചക്ക് ആകെ കുറച്ച് ചോറേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കലാണ്. അങ്ങനെ പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ അത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ വേഗം അത് ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഓംലെറ്റ് സ്കൂൾക്ക് മക്കൾക്ക് ഉള്ളി ഒന്നും ഇടാൻ പാടില്ല, വെറും ഉപ്പും മാത്രം ഇട്ടിട്ട് അങ്ങനെ പൊരിക്കണം മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അത് രണ്ടും സ്കൂൾക്ക് റെഡിയാക്കി. അപ്പോൾ ഇന്ന് സ്നാക്സിന് പഴംപൊരി വേണമെന്ന് മോൻ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ നന്നാ പഴം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഴം പൊരിച്ച് കൊടുക്കുകയാണ്. അന്ന് രാവിലെ തന്നെ എനിക്ക് പണിയെന്ന് പഴംപൊരിമ്മ നിന്ന്. അങ്ങനെ ഞാൻ വേഗം പഴമൊക്കെ പൊരിച്ച് അപ്പോൾ മാറ്റി വെച്ച്. അങ്ങനെ ഇന്നത്തെ സ്നാക്സിന് ഇന്ന് പഴംപൊരി. പിന്നെ ഓരോ ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കിയിരുന്നു. ലഞ്ചിന് ലേശം ചോറൊക്കെ മോൻ തിന്നൂലൊക്കെ കൊട്ടുപോലെ സ്കൂൾ പോയാൽ. അപ്പം ഞാൻ കുറച്ചിട്ട് കൊടുക്കല. പിന്നെ സ്കൂളിട്ട് വന്നാൽ ഞാൻ ചോറ് വാരി കൊടുക്കലാണ്. അപ്പോൾ ഒരു നേരത്തെ സ്കൂളൊക്കെ വിട്ട് വരലുണ്ട്. ഒരാൾ 3 മണിക്ക് എത്തും, ഒരാൾ 3:40 എത്തും. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാളെ ചോറിക്ക് സോയാബീനും പിന്നെ ഓംലെറ്റൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ലഞ്ച് ബോക്സ് അങ്ങോട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ലഞ്ച് ബോക്സ്. അങ്ങനെ പിന്നെ ഞാൻ സ്നാക്സിനുള്ള ഒക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ സ്നാക്സിന് മോനിക്ക് വെച്ച് കൊടുത്ത് മോൾക്കും അതേപോലെ അത് വെച്ച് കൊടുത്തുങ്ങാണ്ട് അത് സ്നാക്സ് പാത്രം ഉണ്ട് തയ്യാറാക്കി. അങ്ങനെ അത് മാറ്റി വെച്ച്. അതിന് പിന്നെ ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ സാമ്പാർക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിക്കണേ. പിന്നെ സാമ്പാറും അവിയലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവിയലിക്കുള്ള സാധനങ്ങളൊക്കെ മുറിച്ചിങ്ങാണ്ട് കുക്കറിലിട്ടിട്ട് വേവിക്കലാണ്. ഞാൻ വേവിക്കണമൊന്നും ഇതിൽ പെട്ടിട്ടില്ല. അങ്ങനെ പിന്നെ വേവിച്ചിട്ട് ചട്ടിക്ക് ലേശം തൈരും ഒക്കെ ഒഴിച്ചിങ്ങാണ്ട് റെഡിയാക്കി. പിന്നെ ലേശം തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഒക്കെ മിക്സാക്കി. അങ്ങനെ പിന്നെ അത് അവിയൽ റെഡിയാക്കി വെച്ച്. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ സാമ്പാറിക്ക് എല്ലാവരും ഇടുമ്പോൾ തന്നെ ഞാനൊരു ഉള്ളിൻ്റെ ഒരു കണ്ണം തക്കാളി പച്ചമുളക് അങ്ങനെ പിന്നെ ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് കുക്കറിയിട്ട് വേവിക്കലാണ്. അങ്ങനെ അതും പരിപ്പൊക്കെ പാടൊക്കെ വേവിച്ചിങ്ങാണ്ട് വെക്കുകയാണ്. അങ്ങനെ പരിപ്പിടാൻ പരിപ്പട കേകി വെച്ചിന്ന് അങ്ങനെ പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്ത്. അതിൽ ഫുള്ള് വീഡിയോ ഒന്നും ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. കുറച്ച് എല്ലാവർക്കും നിച്ചള്ളല്ല. പിന്നെ വെറുതെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടു. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടില്ല ലേശം മുളകുപൊടി, ലേശം മഞ്ഞൾപ്പൊടി, അതേപോലെ ലേശം മസാലപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ വേവിച്ച് ഒരു കണ്ടം കായൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക.